തമിഴിലാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ആര്യ, അദ്ദേഹവും ഞാനും സിനിമാ രംഗത്ത് വരുന്നതിന് മുന്നേ ഉള്ള ഒരു പരിചയമായിരുന്നു. അദ്ദേഹത്തിന് മുന്നേ ഞാനൊരു സിനിമയിൽ ഒരു ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായി. എൻ്റെ അവസരങ്ങൾ തേടി ഞാൻ പോകുമ്പോൾ എൻ്റെ ഫോട്ടോസിന്റെ കൂടെ അവൻ്റെ ഫോട്ടോസും ചേർത്ത് വെച്ചിട്ടാണ് പോവാറ്. എൻ്റെ ഫ്രണ്ട് ഇതുപോലെ കാണാൻ നല്ല സ്മാർട്ടാണ് സാർ, അതുപോലെ കണ്ട പൂച്ചക്കണ്ണൊക്കെ ആയിട്ട് കാണാൻ നല്ലതാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ തരണം സാർ എന്ന് പറയുമ്പോൾ അവരെന്നെ കളിയാക്കുമായിരുന്നു. അയ്യോ മോനെ, ഇവരൊക്കെ കാണാൻ തന്നെ ഹിന്ദി ലുക്കാണ്, ഇവരൊക്കെ തമിഴിൽ എന്ത് ചെയ്യാനാണ് നമുക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെ ഹിന്ദി മൂവീസിൽ തെലുങ്കിലൊക്കെ ചിലപ്പം കിട്ടുമായിരിക്കും, ഇതൊന്നും ഇവിടെ ഒന്നും ട്രൈ ചെയ്തിട്ടൊന്നും കാര്യമില്ലടാന്ന് പറയും. പിന്നെ അടുത്ത് പറയും, ആദ്യം നീ നിന്റെ കാര്യം നോക്ക്, ആദ്യം നീ ഒരു പടം ഫിനിഷ് ചെയ്യാൻ നോക്ക്, എന്നിട്ടല്ലേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു. ആര്യയുടെ പ്രത്യേകത അവന് നല്ല ഫ്രണ്ട് ആയിരിക്കും, ഒക്കെ ആയിരിക്കും, പക്ഷേ ക്യാപ്റ്റൻ എന്ന് പറയുന്നതിൽ അവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യത്തിലും. അത് മാത്രമല്ല, എനിക്ക് കഷ്ടങ്ങളായ സമയത്തൊക്കെ എന്നെ ഒരു കൈപിടിച്ച് ഉയർത്താനും എന്നെ താങ്ങി നിർത്താനൊക്കെ അവൻ എന്നെ ഒരുപാട് ഫിനാൻഷ്യലി ആയിട്ടോ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ പറ്റി ഞാൻ ഇതുപോലെ സൈക്കിൾ എന്തോ ചെയിൻ എന്തോ പ്രോബ്ലം ആണെന്ന്, അങ്ങനെ എന്നെ കയറ്റി ഡബിൾ അവൻ്റെ സൈക്കിളിൽ ഇരുത്തി അടുത്ത 50 കിലോമീറ്റേഴ്സ് വരെ അവൻ എന്നെ ഡബിൾ വെച്ചിട്ടാണ് ഒരു കയ്യിൽ സൈക്കിളും പിടിച്ചിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഒരാടാ ഇപ്പം എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ ഇപ്പം വേറെ വഴിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഹീറോ ആയി ചെയ്യുന്നതാണല്ലോ മുഖ്യം, ഈ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കള്ളം റെഡിയാക്കി നേരെ പോവാം, പുള്ളിയെടുത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാറേ ഇപ്പം അഭിനയമായിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ നടക്കണം, ഒന്നും ശരിയായില്ല, ഇനിയിപ്പം എന്തൊരു ജോലി ഇപ്പം പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് US ഇങ്ങനെ പോകണമെന്നും മറ്റേ ഫാമിലി ഭയങ്കരമായിട്ടൊരു പ്രഷർ കൊടുക്കുവാണ്, സോ എനിക്ക് തോന്നുന്നില്ല ഈ പടം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അങ്ങനെ ആ പടത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം ഹീറോ ആയിട്ട്, എനിക്ക് തോന്നുന്നു അവനന്ന് സ്വന്തമായിട്ട് ബൈക്ക് പോലും ഇല്ല, ഒരു അങ്കിളിൻ്റെ പൾസർ എടുത്തിട്ടാണ് അന്ന് വന്നിരിക്കുന്നത്. അത് ഞാൻ അതുപോലെ എൻ്റെ ഒരു സ്പ്ലെൻഡറിലെ ബസ്സിലുമാണ് ഞാൻ അന്ന് പോകുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് കുമാർ. ഞാൻ ഏകദേശം ഒരു 28 വർഷമായി ഈ ഹെയർ സ്റ്റൈലിംഗ് രംഗത്തും മേക്ക് ഓവർ എന്നുള്ളതിലും എൻ്റെ എക്സ്പീരിയൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാട്രിയോട്ട് എന്നുള്ള മൂവിയിൽ മമ്മൂക്കയുടെ ലുക്സ്, ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുൽഖർ, എനിക്ക് തോന്നുന്ന 8th സ്റ്റാൻഡേർഡ് മുതൽ ദുൽഖർ ഞങ്ങളുടെ കസ്റ്റമർ ആയിരുന്നു. അവിടെ ഞാൻ തന്നെയായിരുന്നു സ്റ്റൈൽ ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് ഈ ഒരു രംഗത്ത് എനിക്കൊരു അഭിമാനം എന്ന് തോന്നുന്നത്, നമ്മളൊരു ഈ ഒരു പാർലർ മേഖലയിലാണെങ്കിൽ പോലും ചില സമയത്ത് നമുക്കൊരു 1-2 സെലിബ്രിറ്റീസ് നമ്മൾ ചെയ്തെന്നിരിക്കാം, പല സെലിബ്രിറ്റീസിന്റെ സ്റ്റൈല് പലപ്പോഴും നമ്മൾ ചെയ്തെന്നിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ജയറാം മേട്ടൻ എന്ന വ്യക്തി 25 വർഷത്തിന് മേലെയായി ഞാൻ അദ്ദേഹത്തിന്റെ, എനിക്ക് തോന്നുന്നു മനസ്സിനക്കരെ തൊട്ട് ആ ഒരു സമയം മുതൽ ഞാൻ എൻ്റെ അദ്ദേഹത്തിന്റെ ഓരോ മൂവിയും ആ മൂവിയുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് നമുക്കൊരു ലുക്സ് മാറ്റാനും ഇത്രയും വർഷമായിട്ട് അതിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുവിധം എല്ലാ ആൾക്കാരും, പിന്നെ ജയറാമേട്ടത്തിൽ ദിലീപേട്ടനാണെങ്കിലും, അതുപോലെ നരയൻ, അതുപോലെ ബിജുമനാണെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പം മമ്മൂക്കയുടെ സ്റ്റൈൽ, അതുപോലെ പൃഥ്വിരാജിന്റെ ഒക്കെ ഏകദേശം എനിക്ക് തോന്നുന്നത് ചോക്ലേറ്റ് വരെയുള്ള മൂവികൾ ഒരുപാട് ആദ്യ കാലഘട്ടം മുതൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. തമിഴിലാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ആര്യ, അദ്ദേഹവും ഞാനും സിനിമാ രംഗത്ത് വരുന്നതിന് മുന്നേ ഉള്ള ഒരു പരിചയമായിരുന്നു. അദ്ദേഹത്തിന് മുന്നേ ഞാനൊരു സിനിമയിൽ ഒരു ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞങ്ങളുടെ എൻട്രി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇങ്ങോട്ട്, അതായത് ഏകദേശം 28 വർഷമായിട്ടുണ്ടാവും. ഇപ്പം ഷൂട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പടത്തിൽ പോലും സർപ്പേട്ട പറമ്പയുടെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പടത്തിലും അദ്ദേഹത്തിൻ്റെ എല്ലാ മേക്ക് ഓവറും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവി ചെയ്യണം തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യം കണ്ണും കൊള്ളയടിത്താൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവിക്ക് ഓഡീഷന് പോകുന്നു. എന്നെ ഹീറോ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനു മുന്നെയാണ് ഞാൻ ആര്യ എന്ന വ്യക്തിയെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ ഹി യൂസ് ടു കം ടു ദ പാർലർ ആൻഡ് ആസ് എ ക്ലയന്റ് ആയിട്ട് അങ്ങനെ വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിന് പിന്നെ പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഇതുപോലെ അഭിനയത്തിന്റെ പാതകൾ തേടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ ഈ ഫസ്റ്റ് മൂവി ചെയ്തപ്പോൾ തന്നെ ഞാൻ പുള്ളിനെ വിളിച്ചു പറഞ്ഞു, എടാ എൻ്റെ പടത്തിന്റെ പൂജയുണ്ട്, നീ എന്തായാലും വരണം. AVM-ലായിരുന്നു, അതൊന്നും ലൈഫിൽ മറക്കാൻ പറ്റില്ല. അപ്പൊ ആ പൂജയിൽ അവൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഗസ്റ്റ് ആയിട്ട് വരും. അപ്പൊ എനിക്കെന്നും അവനും എൻ്റെ കൂടെ തന്നെ ഒരു ചാൻസ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു, സാർ എൻ്റെ ഫ്രണ്ടാണ്. പിന്നീട് ഞാൻ എൻ്റെ അവസരങ്ങൾ തേടി ഞാൻ പോകുമ്പോൾ എൻ്റെ ഫോട്ടോസിന്റെ കൂടെ അവൻ്റെ ഫോട്ടോസും ചേർത്ത് വെച്ചിട്ടാണ് പോവാറ്. സാർ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇതുപോലെ,
അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അവൻ്റെ ഒരു പടത്തിന്റെ ക്യാരക്ടർ അവന് കിട്ടുന്നതിന്. പിന്നീട് അവൻ പെപ്സി, ഉള്ളൻ കേക്കുമേ, അതുപോലെ നാൻ കടവുൾ അങ്ങനെയുള്ള പടങ്ങളൊക്കെ, ആരെന്തു അറിയാമല്ലോ അങ്ങനെയൊക്കെ പടങ്ങളൊക്കെ കയറി. ഇന്ന് ഞങ്ങൾ 28 വർഷമായിട്ടുള്ള, ഏകദേശം ഒരു 19 വർഷമായിട്ട് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പാണ്. എൻ്റെ എന്താ പറയുക, സിനിമ ഇതിലും അല്ലാതെയും എനിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ നൻപെണ്ണാണ് ഞങ്ങൾ പറയും, നൻപേണ്ടെന്ന്. സോ എനിക്ക് അത്രയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ. ഇന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പം തലശ്ശേരിയുള്ള ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തലശ്ശേരി എൻ്റെ സ്വന്തം നാട്ടിൽ എനിക്കൊരു പാർലർ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തലശ്ശേരി 10 വർഷമായി. അപ്പോൾ ആ ഇനോഗ്രേഷന് പോലും അവൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്, ഞാൻ വരാം ഇനോഗ്രേറ്റ് ചെയ്യാൻ. അങ്ങനെ അവൻ തന്നെ വരുന്നു. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റോ അങ്ങനെ ഒരു കാര്യങ്ങളും എടുത്തിട്ടില്ല. എല്ലാം അവൻ്റെ ചെലവിൽ അവൻ വന്നു, അവൻ ഇനോഗ്രേറ്റ് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട്. ആര്യ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ ക്യാപ്റ്റൻ എന്നാണ് വിളിക്കാറ്. ബിക്കോസ് ഞങ്ങൾക്കൊരു സൈക്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ടീം ജാമി എന്നാണ് പേര്. ഞങ്ങൾക്കൊരു 12-13 പേരടങ്ങുന്ന ഒരു മെമ്പേഴ്സാണ്. സോ ഞങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് ഒരു ദിവസം ഞങ്ങൾ 120 കിലോമീറ്റർ സൈക്ലിംഗ് പോകും. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും, 7:30-8 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫിനിഷ് ചെയ്ത് വീട്ടിലേക്ക് വരും. സോ അത് ECR മഹാബലിപുരം വരെ പോയി തിരിച്ചിങ്ങോട്ട് വരും. ആര്യയുടെ പ്രത്യേകത, അവന് നല്ല ഫ്രണ്ട് ആയിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ ക്യാപ്റ്റൻ എന്ന് പറയുന്നതിൽ അവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. അവൻ എന്തുകൊണ്ട് ക്യാപ്റ്റൻ എന്നുള്ള ഞാൻ രീതിയിൽ പറയാൻ കാരണം, ഞങ്ങൾ എല്ലാവരും ഡ്രൈവ് ചെയ്ത് 120 കിലോമീറ്റർ, 60 അപ്പ് ആൻഡ് ഡൗൺ 120 ആണ്, 60+60. തിരിച്ചു വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും പിന്നെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് പോകുന്നത്. സോ പെട്ടെന്ന് എൻ്റെ സൈക്കിളിലെ ചെയിന് കുറച്ച് പ്രോബ്ലമായി, മുട്ടി വേദന വന്നു. ഞാൻ മെല്ലെ സ്ലോ ആവാൻ തുടങ്ങി. അപ്പൊ എല്ലാ ആൾക്കാരും, എൻ്റെ മുന്നിൽ എല്ലാ ആൾക്കാരും പോകുന്നുണ്ട്, പാസ് ചെയ്ത് പോകുന്നുണ്ട്, ആരും എന്നെ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാനിങ്ങനെ സ്ലോ ആയി പിന്നെ എല്ലാവരും വിട്ടു. ഇരുട്ടാണ്, വേറെ ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ വിഷമായി. പിന്നെ എൻ്റെ ലൈറ്റും പോയി. എങ്ങനെ ഞാൻ തിരിച്ചങ്ങോട്ട് എത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മെല്ലെ തുഴഞ്ഞ് പോകുമ്പോൾ ഒരാൾ മാത്രം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 12 പേരിൽ ഒരാൾ മാത്രം അവിടെ വെയിറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് ജാമിന്ന ഞങ്ങൾ വിളിക്കാറ്. അപ്പോൾ അവനവിടെ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് എന്താടാ പറ്റി? ഞാൻ ഇതുപോലെ സൈക്കിൾ എന്തോ ചെയിൻ എന്തോ പ്രോബ്ലം ആണെന്ന്. അങ്ങനെ എന്നെ കയറ്റി ഡബിൾ അവൻ്റെ സൈക്കിളിൽ ഇരുത്തി അടുത്ത 50 കിലോമീറ്റേഴ്സ് വരെ അവൻ എന്നെ ഡബിൾ വെച്ചിട്ടാണ്, ഒരു കയ്യിൽ സൈക്കിളും പിടിച്ചിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. സോ എനിക്ക് അന്ന് ഞാൻ മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ ക്യാപ്റ്റൻ എന്ന് വിളിക്കാനുള്ള ഒരു വാല്യുബിൾ ആയിട്ട് റീസൺ എനിക്ക് അന്ന് മനസ്സിലായി. അവൻ്റെ ആ സ്നേഹം. അത് മാത്രമല്ല, എനിക്ക് കഷ്ടങ്ങളായ സമയത്തൊക്കെ എന്നെ ഒരു കൈപിടിച്ച് ഉയർത്താനും എന്നെ താങ്ങി നിർത്താനൊക്കെ അവൻ എന്നെ ഒരുപാട് ഫിനാൻഷ്യലി ആയിട്ടോ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, എൻ്റെ ഫസ്റ്റ് പടത്തിന്റെ ഞങ്ങൾക്ക് ഫൈറ്റ് ക്ലാസ് എപ്പോഴും നടക്കും, ഫൈറ്റ് സീക്വൻസ് ആണ്. അപ്പൊ ആര്യ അന്ന് എപ്പോഴും ഈ അത്ലറ്റ്സ് പരമായിട്ടുള്ള ജമ്പിങ്ങിനും റണ്ണിങ്ങിനും ഇതിനൊക്കെ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മച്ചാനെ ഇതുപോലെ നമ്മുടെ പ്രാക്ടീസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നീ താല്പര്യം ഉണ്ടാവാ, നമുക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ അവൻ ആദ്യം, എനിക്ക് തോന്നുന്നു അവനന്ന് സ്വന്തമായിട്ട് ബൈക്ക് പോലും ഇല്ല, ഒരു അങ്കിളിന്റെ പൾസർ എടുത്തിട്ടാണ് അന്ന് വന്നിരിക്കുന്നത്. അത് ഞാൻ അതുപോലെ എൻ്റെ ഒരു സ്പ്ലെൻഡറിലെ ബസ്സിലുമാണ് ഞാൻ അന്ന് പോകുന്നത്. ഒരു 4 മണിയാകുമ്പോഴേക്കൊക്കെ നമ്മൾ മറീന ബീച്ച് അവിടെ എത്തണം, സീഷോറിലെത്തണം. അങ്ങനെ അവൻ വരുന്നു, ഞങ്ങൾ ഫൈറ്റ് ക്ലാസ് തുടങ്ങുന്നു. ഏകദേശം ഒരു 3-4 മാസക്കാലം ഞങ്ങൾ ഫൈറ്റ് ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാൻ അവന് വേണ്ടി അവസരങ്ങൾ ഇങ്ങനെ, അന്ന് രാകേഷ് സാറായിരുന്നു ഞങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ. സോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, സാർ എൻ്റെ ഫ്രണ്ട് ഇതുപോലെ, എനിക്കൊരു പടം ഓൾറെഡി ഉണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഫ്രണ്ട് ഇതുപോലെ കാണാൻ നല്ല സ്മാർട്ടാണ് സാർ, അതുപോലെ കണ്ട പൂച്ചക്കണ്ണൊക്കെ ആയിട്ട് കാണാൻ നല്ലതാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ തരണം സാർ എന്ന് പറയുമ്പോൾ അവരെന്നെ കളിയാക്കുമായിരുന്നു. അയ്യോ മോനെ, ഇവരൊക്കെ കാണാൻ തന്നെ ഹിന്ദി ലുക്കാണ്, ഇവരൊക്കെ തമിഴിൽ എന്ത് ചെയ്യാനാണ് നമുക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലോ അല്ല ഹിന്ദി മൂവീസിൽ തെലുങ്കിലൊക്കെ ചിലപ്പം കിട്ടുമായിരിക്കും, ഇതൊന്നും ഇവിടെ ഒന്നും ട്രൈ ചെയ്തിട്ടൊന്നും കാര്യമില്ലടാന്ന് പറയും. പിന്നെ അടുത്ത് പറയും, ആദ്യം നീ നിന്റെ കാര്യം നോക്ക്, ആദ്യം നീ ഒരു പടം ഫിനിഷ് ചെയ്യാൻ നോക്ക്, എന്നിട്ടല്ലേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയല്ല സാറേ, അവനവൻ്റെതായ ഇത് വരും, എനിക്ക് എൻ്റെതായ ഇതുണ്ടാവും, അതൊരിക്കലും ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യാറില്ല. സോ എന്തെങ്കിലും ഒരു ചാൻസ് വരുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. അങ്ങനെയാണ് അദ്ദേഹം ഒരു ക്യാരക്ടർ അവന് കൊടുത്തിരിക്കുന്ന ഒരു പടത്തിൽ, മണിമേഖല എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു പോലീസ് ക്യാരക്ടറാണ്. ബട്ട് അത് ഇൻ ബിറ്റ്വീൻ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജംഷി എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, എടാ ഇതുപോലെ എനിക്ക് വേറൊരു മൂവി ഒരു ഡയറക്ടർ എന്നെ കണ്ടിട്ട് ഇതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതാണ് ഈ പെപ്സി ഉള്ളം കേക്കുമേ എന്നുള്ള പടം, ഫസ്റ്റ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പിന്നെ നല്ല, അതും ജീവ സാറ് 12B ആൻഡ് അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ഇന്ത്യൻ മൂവി മുതൽ ഇതിൻ്റെയൊക്കെ ക്യാമറാമാനാണ് പുള്ളി. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പടം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് ഒരു ലെക്കാണ്, ആർക്കും കിട്ടാതെ. അപ്പൊ അദ്ദേഹത്തിന്റെ പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ
ഈ ചെറിയ ക്യാരക്ടറൊന്നും പിന്നെ ആരും ചെയ്യാൻ അനുവദിക്കില്ല. ബിക്കോസ് ദേ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് ഹിം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവന്റെ അടുത്ത് പറഞ്ഞു വേറെ ഒരു പടത്തിലും കമ്മിറ്റ് ചെയ്യാൻ പാടില്ല, ഞങ്ങളാണ് ഹീറോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ഞങ്ങളിവിടെ ചാൻസ് ചോദിച്ചു പോയി, അവന് അവസരങ്ങളൊക്കെ റെഡിയാക്കി, അവന്റെ പോസ്റ്ററൊക്കെ വിസിറ്റിംഗ് കാർഡിൽ വന്നു, പോലീസ് ക്യാരക്ടറിലൊക്കെ വന്നു. അപ്പോ അവൻ എൻ്റെ അടുത്ത് പറയടാ ഇപ്പൊ എന്ത് ചെയ്യും, ഇപ്പം നമ്മള് ഇപ്പം വേറെ വഴിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ ഹീറോ ആയി ചെയ്യുന്നതാണല്ലോ മുഖ്യം, നീ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഒരു കള്ളം റെഡിയാക്കി നേരെ പോവാം, പുള്ളിയെടുത്ത് പോയി സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു സാറേ ഇപ്പം അഭിനയമായിട്ട് കുറെ കാലമായിട്ട് ഇങ്ങനെ നടക്കണം, ഒന്നും ശരിയായില്ല, ഇനിയിപ്പം എന്തൊരു ജോലി ഇപ്പം പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് US ഇങ്ങനെ പോകണമെന്നും മറ്റേ ഫാമിലി ഭയങ്കരമായിട്ടൊരു പ്രഷർ കൊടുക്കുവാണ്, സോ എനിക്ക് തോന്നുന്നില്ല ഈ പടം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വന്ന് ചാൻസ് ചോദിച്ചിട്ട് വന്നിട്ട് ഇപ്പം നിങ്ങളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ആരെ കൊണ്ടുവന്നിട്ട് ഇപ്പം ചെയ്യിപ്പിക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പം ആരെയും അവനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തില്ല, സാറേ എങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ പടത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം ഹീറോ ആയിട്ട് ഉള്ളം കേൾക്കുമേ, ഈ പെപ്സി ഉള്ളം കേൾക്കുമേ എന്ന് പറഞ്ഞൊരു പടത്തിൽ പുള്ളി അഭിനയിക്കുന്നത്. അതുപോലെ ഞങ്ങൾ അബ്രോഡ് പോകുമ്പോഴും എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ന് ഈ യൂറോപ്യൻ കൺട്രീസ് മുഴുവൻ കറങ്ങാനും സ്ഥലങ്ങളൊക്കെ കാണാനും ഇതൊക്കെ എൻ്റെ ഡ്രീമുകളൊക്കെ നടക്കാനും ആര്യ എന്നുള്ളൊരു വ്യക്തി തന്നെയായിരിക്കും എൻ്റെ ലൈഫിൽ. പല ആൾക്കാർ എൻ്റെ അടുത്ത് പറയും എടാ ആര്യ ഇത്രയും പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അഭിനയിക്കുന്ന മാത്രമല്ല ഒരുപാട് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആര്യക്ക് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നിനക്ക് എന്തുകൊണ്ട് ഒരു ചാൻസ് തന്നുകൂടാ, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ചോദിച്ചുകൂടാ എന്നൊക്കെ എൻ്റെ അടുത്ത് പലപ്പോഴും പറയുന്നു. പക്ഷെ ഞാൻ കരുതുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ ഒരു വ്യക്തി ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു വ്യക്തി വേറൊരാളുടെ കൈപിടിച്ച് ഉയർത്തിയത് കൊണ്ട് മാത്രം ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കുറയുമെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും എൻ്റെതായ ഒരു കോണ്ടാക്റ്റിലൂടെയും എനിക്ക് അങ്ങനേതായ ഒരു കഴിവുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഞാൻ മുന്നേറും. ഞാനൊരു കഥാപാത്രം ചെയ്ത് ഫേമസ് ഒരു ലെവലിലേക്ക് വരുമ്പോൾ എനിക്ക് അവനോട് തൻ്റെ അടുത്തോടുകൂടി സന്തോഷത്തോടുകൂടി പറയണം എന്നുള്ളതാണ് എൻ്റെ ചാലഞ്ച്. അപ്പൊ ഞാനിപ്പോൾ പാട്രിയോട്ട് എന്നുള്ള മൂവിയിൽ ഞാനിപ്പോൾ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും കുഞ്ചാക്കോ ബോബൻ്റെയും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ വാർത്ത ആദ്യം പറഞ്ഞത് ആര്യടുത്താണ്, മച്ചാനെ ഇതുപോലെ ഒരു ചെറിയൊരു സീക്വൻസ് ആണ്, പക്ഷെ ഇതുവരെ ഒരു ലക്ക് കിട്ടിയിട്ടുണ്ട് അഭിനയിക്കാന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഫോൺ ചെയ്തു, എടാ ഇതുപോലത്തെ ഒരു ഭാഗ്യം കിട്ടുന്നത് ഭയങ്കര നല്ല കാര്യമാണ്, പിന്നെ ഒരുപാട് ആൾക്കാർ എത്രയോ ആൾക്കാർ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടാതെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, സോ നീ ചെയ്ത് വലിയ കാര്യമാണ്, ഐ എം റിയലി ഹാപ്പി ഫോർ യു. പിന്നെ ഞാൻ സുമതിവൾ എന്ന് പറഞ്ഞൊരു മൂവി, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ ആദ്യം അവന് ഫോർവേഡ് ചെയ്യും, ബിക്കോസ് എൻ്റെ ഫ്രണ്ട് മുതലുള്ള ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഈ ഫീൽഡായ കാരണം. അങ്ങനെ ഞാൻ സുമതി വളവിൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി, സൈജു കുറുപ്പ് എന്ന വ്യക്തിൻ്റെ ഒരു കോമ്പിനേഷനിൽ. പിന്നെ നമ്മുടെ ജയേഷ്നാട്ടൻ, അത് ആ സീക്വൻസ് ഒക്കെ കണ്ടപ്പോൾ അവൻ വളരെ സന്തോഷത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, മച്ചാനെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നീ വളരെ നാച്ചുറലായിട്ട് കൈകാര്യം ചെയ്തിട്ട് നിനക്ക് നിന്റെ സമയം വരും, ഒരിക്കലും പിന്നോട്ട് പോകരുത്. പിന്നെ എന്നെ എപ്പോഴും അവൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഉണ്ടോണ്ടോ മാത്രമല്ല ഒരാൾ പിന്നെ സന്തോഷവാനായിട്ടും പകയനായിട്ടിരിക്കുന്നത്. നീ ഇപ്പം നിൽക്കുന്ന സ്റ്റേജ് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു 10-100 സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ട്, എന്നറിയപ്പെടുന്ന സ്റ്റൈലിസ്റ്റ് ആയിട്ട് നിനക്ക് മാറാൻ പറ്റുന്നുണ്ട്. പിന്നെ നിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അഭിനയം, അതെൻ്റെ സമയം വരും, നീ അതിനെക്കുറിച്ച് ബോധറാവരുത്, ബി സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും, പിന്നെ തട്ടു തന്നെ.